നമസ്കാരം. ഇൻഹേലർ മരുന്നുകളെക്കുറിച്ച് കേൾക്കാത്ത ആരും തന്നെ നമ്മളുടെ ഇടയിൽ ഉണ്ടാവില്ല അല്ലേ? പല പല അസുഖങ്ങൾക്ക്, ശ്വാസകോശ സംബന്ധമായ പല അസുഖങ്ങൾക്ക് ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. പൾമണറി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരുപാട് രോഗികൾക്ക് ഇൻഹേലർ മെഡിസിൻ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ തെറ്റിദ്ധാരണകളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഒരു രോഗിക്ക് ശ്വാസകോശ സംബന്ധമായ ഒരു അസുഖം, ആസ്മ അല്ലെങ്കിൽ COPD, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അസുഖം ഡയഗ്നോസിസ് ആയി കഴിയുമ്പോൾ അതിൻ്റെ പ്രാഥമികമായ അല്ലെങ്കിൽ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഹേൽഡ് ആയിട്ടുള്ള മരുന്നുകൾ തന്നെയാണ്. അതായത് ശ്വാസത്തിലൂടെ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തിക്കാവുന്ന രീതിയിലുള്ള മരുന്നുകളാണ്. എന്നാൽ ഒരാൾക്കിത് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഈ മരുന്ന് ഉപയോഗിച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമോ? ഇത് ഏതെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻ ഉണ്ടാക്കുമോ? ഇത് നിർത്തിയാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇതുകൊണ്ട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുമോ? എനിക്ക് പൊണ്ണത്തടി ഉണ്ടാവുമോ? മറ്റ് അസുഖങ്ങൾ ഉണ്ടാവുമോ? ഈ രീതിയിലുള്ള പല പല ചോദ്യങ്ങൾ ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഹേലർ മരുന്നിനെക്കുറിച്ച് ആദ്യം ഇൻഹേലർ മരുന്ന് എന്താണെന്ന് പറഞ്ഞുതരാം. ഇൻഹേലർ മരുന്നെന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിലേക്ക് നേരിട്ട് ഡെലിവർ ചെയ്യുന്ന ഒരു ഡ്രഗ് ഡെലിവറി മോഡ് ആണ് ഇൻഹേൽഡ് മെഡിക്കേഷൻ. അതായത് നമ്മൾ ഗുളികയായിട്ട് മരുന്ന് നമുക്ക് അകത്തെടുക്കാം, ഇഞ്ചെക്ഷനായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഒരു മോഡ് ഓഫ് ഡ്രഗ് ഡെലിവറി ആണ് ഇൻഹേൽഡ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഹേൽഡ് മരുന്നുകൾ നമുക്ക് പല പല രീതികളിൽ അവൈലബിൾ ആണ്. നമുക്ക് നെബുലൈസേഷൻ ആയിട്ട് എടുക്കാം, നമുക്ക് സ്പ്രേ മരുന്നുകളായിട്ട് എടുക്കാം. അതായത് പ്രഷറൈസ്ഡ് മീറ്റർഡ് ഡോസ് ഡിവൈസസ് PMDI എന്ന് പറയുന്ന സ്പ്രേ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ DPI ഡ്രൈ പൗഡർ ഇൻഹേലർ എന്ന് പറയുന്ന ഒരു ഗുളികയിട്ട് കറക്കി തിരിച്ച് വലിച്ചെടുക്കുന്ന ആ രീതിയിലുള്ള മരുന്നുകളായിട്ട് നമുക്ക് എടുക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ശ്വാസകോശത്തിലേക്കാണ് ഈ മരുന്നിനെ നമ്മൾ എത്തിക്കുന്നത്. നാച്ചുറലായിട്ടും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണല്ലോ നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അസുഖം എവിടെയാണോ ആ ടാർഗറ്റിലേക്ക് നേരിട്ട് മരുന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഈ മോഡ് ഓഫ് ഡ്രഗ് ഡെലിവറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് ആർക്കും അഡിക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അഡിക്ഷൻ ഉണ്ടാവണമെങ്കിൽ നാച്ചുറലായിട്ട് അതിൽ ലഹരി ഉണ്ടാവണം. ലഹരിയുള്ള ഒരു സാധനവും ഒരു ഇൻഹേലർ മരുന്നിൽ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് ടൊബാക്കോ പ്രോഡക്ട്സ്, സിഗരറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ലഹരി ഉണ്ടാവും, ആൽക്കഹോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ലഹരി ഉണ്ടാവാം, നാർക്കോട്ടിക് ഡ്രഗ്സിൽ നിന്ന് ലഹരി ഉണ്ടാവാം. പക്ഷേ ഒരിക്കലും ഇൻഹേലർ മരുന്നിൽ ലഹരിയോ അതുകൊണ്ട് തന്നെ അഡിക്ഷനോ ഇല്ല. ഇതൊരു ശീലമാവുകയും ഇല്ല. എത്ര നാൾ ഇൻഹേലർ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് ഇരിക്കുന്നത്. സാധാരണഗതിക്ക് ആസ്മ, COPD മുതലായ രോഗങ്ങൾ ദീർഘനാൾ മരുന്ന് ആവശ്യമായിട്ടുള്ള രോഗങ്ങളാണ്. പൂർണ്ണമായും ചികിത്സിച്ച് ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിലുള്ള രോഗങ്ങളല്ല ഇതൊന്നും. അതുകൊണ്ട് തന്നെ അവയുടെ നിയന്ത്രണത്തിന് ദീർഘനാൾ ഉപയോഗിക്കുന്ന ഇൻഹേലർ മരുന്നുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ രണ്ട് അസുഖങ്ങൾക്കാണ് കോമൺ ആയിട്ട് ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ, എന്തെങ്കിലും ദൂഷ്യവശങ്ങൾ, പൊണ്ണത്തടി ഉണ്ടാവുമോ? ഗർഭിണികൾക്ക് ഇത് ഉപയോഗിക്കാമോ? ഇത് തീർത്തും സേഫ് ആയിട്ടുള്ള മരുന്നാണ്. ഇൻഹേലർ മരുന്നുകളിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 മരുന്നുകൾ, ഒന്ന് ബ്രോങ്കോ ഡൈലേറ്റർ കാറ്റഗറിയിൽപ്പെട്ട, അതായത് നമ്മുടെ ശ്വാസനാളങ്ങളെ വികസിപ്പിച്ച് നിർത്താൻ കഴിവുള്ള മരുന്നുകളും, മറ്റൊന്ന് ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, അതായത് സ്റ്റീറോയിഡ് മരുന്നുകൾ, ചില പ്രത്യേക രീതിയിലുള്ള സ്റ്റീറോയിഡ് മരുന്നുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനി ഈ മരുന്നിൻ്റെ ഡോസേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ശ്വാസകോശത്തിൽ എത്തിക്കുന്നതായതുകൊണ്ട് അത്ര ഡോസേജ് ഇൻഹേലർ മരുന്നിന് ആവശ്യമായും വരുന്നുള്ളൂ. നമ്മളൊരു ഗുളിക കഴിക്കുകയാണ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞ് ആ രക്തചംക്രമണം വഴിയാണ് ശ്വാസകോശത്തിലെത്തി അതിൻ്റെ ആക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അത്ര രക്തത്തിൽ അലിഞ്ഞ അതാത് ഓർഗൻസിൽ അത് എത്താനും വേണ്ടിയുള്ള ഡോസാണ് നമ്മൾ ഇഞ്ചെക്ഷനോ ഗുളികയായിട്ട് കൊടുക്കേണ്ടി വരിക. എന്നാൽ ഇൻഹേലർ മരുന്ന് നമ്മൾ നേരിട്ട് ശ്വാസകോശത്തിൽ എത്തിക്കുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോസ് കുറവാണ്. എപ്പോഴെങ്കിലും ഒരു ഇൻഹേലർ ഉപയോഗിക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡോസ് എടുത്ത് പരിശോധിക്കാം. ഗുളികകൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന മില്ലിഗ്രാം ഡോസാണ്. എന്നാൽ ഇൻഹേലർ മരുന്നുകളിൽ മൈക്രോഗ്രാം ഡോസിലാണ് മരുന്നുകൾ വരുന്നത്. 1 മൈക്രോഗ്രാം എന്ന് പറയുന്നത് മില്ലിഗ്രാമിൻ്റെ 1000-1 ഭാഗമേ വരുന്നുള്ളൂ. അത്രയും കുറവ് ഡോസ് മാത്രമേ ഇൻഹേലർ മരുന്നുകളിൽ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. എല്ലാ മരുന്നുകൾക്കും പാർശ്വഫലങ്ങളുണ്ട്. ഡോസ് കുറവായതുകൊണ്ട് തന്നെ ഇൻഹേലർ മരുന്ന് കാരണം ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് ഇൻഹേലർ മരുന്ന് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നതുമാണ്.
ഇനി ഗർഭിണികളിൽ ഇത് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ആസ്മ ഉള്ള രോഗികളിൽ, ഗർഭിണികളിൽ ഏറ്റവും സേഫ് ആണെന്ന് നിസ്സംശയം പറയാവുന്ന മരുന്നുകളാണ് ഇൻഹേലർ മരുന്നുകൾ. ആസ്മ, COPD തുടങ്ങിയ രോഗങ്ങൾക്ക് അതിൻ്റെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഇൻഹേലർ മോഡിലുള്ള മരുന്നുകളാണ്. ഇത് എപ്പോൾ ഡയഗ്നോസിസിൽ എത്തിച്ചേരുന്നോ അപ്പം മുതൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങുന്നത് തന്നെയാണ് നല്ലത്. കാരണം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഉള്ള ചികിത്സ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അസുഖമായി മാറാനും, ആ ശ്വാസമുട്ടലിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും ചികിത്സയിലൂടെ പോലും കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ശ്വാസമുട്ടൽ ഉണ്ടാവുകയോ ഡോക്ടറെ കാണുകയോ ഇൻഹേലർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, മടി കാണിക്കുകയും വേണ്ട. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്.